Hi friends, welcome to class coaching. So ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് ടോപ്പിക് ആണ്, ദാറ്റ് ഈസ് കമ്പോണന്റ് പാർട്സ് ഓഫ് റെയിൽവേ ട്രാക്ക്. ഓക്കെ, സോ ഒരു റെയിൽവേ ട്രാക്കിന് വേണ്ടിയുള്ള മെയിൻ കമ്പോണന്റ്സ് ഏതൊക്കെയാണ്? റെയിൽസ്, ദെൻ സ്ലീപ്പേഴ്സ്, ദെൻ ബലാസ്റ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നതാണ് ഫോർമേഷൻ. ഓക്കെ, സോ സബ്ഗ്രേഡ് ഫോർമേഷൻസ് ഒക്കെ വരുന്നത്. സോ ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന ഒരു കമ്പോണന്റ്സ് പാർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബലാസ്റ്റ് വരുന്നു, റെയിൽസ് വരുന്നു, റെയിൽസ് ആണ് ഇമ്പോർട്ടന്റ്, റെയിൽസ്, ദെൻ സ്ലീപ്പേഴ്സ് വരുന്നു അതിന്റെ അടിയിൽ, ദെൻ അടിയിൽ പിന്നെ വരുന്നതാണ് മെറ്റൽ പാർട്സിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ ബലാസ്റ്റ് എന്ന് പറഞ്ഞാൽ, ദെൻ ഫോർമേഷൻ. ഓക്കെ, സോ കമ്പോണന്റ് പാർട്സ് ഓഫ് എ റെയിൽവേ ട്രാക്ക്, ദറ്റ് ഈസ് റിക്വയർമെന്റ്സ് ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ ആൻഡ് ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ എ സിസ്റ്റം ഓഫ് റെയിൽസ് ഫിറ്റഡ് ഓൺ സ്ലീപ്പേഴ്സ് വിച്ച് റെസ്റ്റ് ഓൺ ബലാസ്റ്റ് ആൻഡ് everything supported by a subgrade is known as permanent way. Okay, so ഒരു റെയിൽവേ ട്രാക്കിന് വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് റെയിൽസ് വരും. ഓക്കെ, സോ റെയിൽസ് വരും. സോ അതിനുശേഷം എന്താണ്? സ്ലിപ്പേഴ്സ്, അതിന്റെ അടിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് സ്ലിപ്പേഴ്സ്. ദെൻ ഈ സ്ലിപ്പേഴ്സ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എന്തിലാണ്? ബലാസ്റ്റിലാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ബലാസ്റ്റ് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത് ഏതിന്റെ മേലാണ്? ഫോർമേഷൻ സോയിലിന്റെ അടിയിലാണ്, സോയിലിന്റെ മേളിലാണ് ബലാസ്റ്റ് അല്ലെങ്കിൽ മെറ്റൽ പാർട്സ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സിസ്റ്റം ഓഫ് റെയിൽസ് ഫിറ്റഡ് ഓൺ ദ സ്ലീപ്പേഴ്സിലാണ് റെയിൽസ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ വിച്ച് റെസ്റ്റ് ഓൺ ബലാസ്റ്റ് ആൻഡ് എവറിത്തിങ് സപ്പോർട്ട് ബൈ എ സബ്ഗ്രേഡ് ഇസ് നോൺ ആസ് പെർമനന്റ് വേ. ഓക്കെ, സോ റെയിൽസ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന സ്ലീപ്പേഴ്സിൽ, ദെൻ വിച്ച് റെസ്റ്റ് ഓൺ, ഈ സ്ലീപ്പേഴ്സ് റെസ്റ്റ് ചെയ്തിരിക്കുന്ന എന്തിലാണ്? ബലാസ്റ്റിലാണ് റെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് എല്ലാം സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? സബ്ഗ്രേഡ്സിലാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ അതിനെ എല്ലാത്തിനെയും കൂടെ പറയുന്നതാണ് എന്താണ്? പെർമനന്റ് വേ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് നോൺ ആസ് പെർമനന്റ് വേ. ആൻഡ് ഇറ്റ് ഈസ് എ റെയിൽ റോഡ് ഓൺ വിച്ച് ട്രെയിൻസ് റൺസ് ആൻഡ് ഇറ്റ് പ്രൈമർലി കൺസിസ്റ്റ് ഓഫ് 2 rails റണ്ണിങ് പാരലൽ അറ്റ് എ സ്പെസിഫൈഡ് ഡിസ്റ്റൻസ്. സോ നമുക്ക് ഈ ഒരു ഫിഗറിൽ കാണാൻ പറ്റും എന്താണ്? ഇതിൽ റെയിൽസ് കാണിച്ചിരിക്കുന്നതാണ്, ഈ 2 പോർഷൻസ് കാണിച്ചിരിക്കുന്നതാണ് റെയിൽസ്. ഓക്കെ, റെയിൽസ്, ഈ റെയിൽസ് പ്ലേസ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസിനെ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഗേജസ്. ഓക്കെ, ഗേജസ്. ഓക്കെ, സോ ഗേജ് വിഡ്ത്ത്, ദാറ്റ് ഈസ് എന്താ? റെയിൽസിനെ പ്ലേസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഡിസ്റ്റൻസിനെയാണ് ഗേജസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ റെയിൽസ് എങ്ങനെയാണ്? പാരലൽ ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ പാരലൽ ആയിട്ടായിരിക്കും റെയിൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് റെയിൽസിന്റെ ഫിഗർ കാണിച്ചിരിക്കുന്നത്. സോ റെയിൽസിന് ഒരു ഹെഡ് പോർഷൻ ഉണ്ടായിരിക്കും, ദെൻ ഒരു വെബ് പോർഷൻ ഉണ്ടായിരിക്കും, ദെൻ ബോട്ടത്തിൽ ഒരു ഫുഡ് പോർഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇതില് റെയിൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു പാരലൽ ആയിട്ട് 2 റെയിൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ഗേജ് ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഓക്കെ, സോ ഈ റെയിൽസ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എന്താണ്? ഈ ബോട്ടം പോർഷനെയാണ് എന്തെന്ന് പറയുന്നത്? സ്ലീപ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, so it is a railroad on which train runs. It primarily consists of 2 rails running parallel at a specified distance. ഒരു സ്പെസിഫൈഡ് ഡിസ്റ്റൻസിൽ പാരലൽ ആയിട്ടായിരിക്കും റെയിൽസ് റൺ ചെയ്യുന്നത്. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഗേജ് ഓഫ് ദ ട്രാക്ക്. സോ ഗേജിനനുസരിച്ച് ആയിരിക്കും എങ്ങനെയാണ് ഈ സ്പേസിങ്സ് വരുന്നത്, റെയിൽസിന്റെ സ്പേസിങ്സ് വരുന്നത്. റെയിൽസ് ആർ ഫാസ്റ്റൻഡ് ടു സ്ലീപ്പേഴ്സ്. ഈ റെയിൽസിനെ സ്ലീപ്പേഴ്സിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഒന്നുകിൽ ഫിഷ് പ്ലേറ്റ്സ് വഴി അല്ലെങ്കിൽ എന്താണ്? വെൽഡിങ് യൂസ് ചെയ്തിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ റെയിൽസ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? റെയിൽസ് റെസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്ലീപ്പേഴ്സിലാണ്. ഈ സ്ലീപ്പേഴ്സിലോട്ട് റെയിൽസിനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത്? ഒന്നുകിൽ ഫിഷ് പ്ലേറ്റ്സ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ വെൽഡിങ്സ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, സോ റെയിൽസ് ഫാസ്റ്റൻ ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാണ്? സ്ലീപ്പേഴ്സിലോട്ടാണ്. ഓക്കെ, then in turn sleepers are embedded in a layer of ballast of specified thickness spread over the formation. Okay, so formation soil അല്ലെങ്കിൽ സബ്ഗ്രേഡ് സോയിലിന്റെ മേളിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ആ മെറ്റൽ പോർഷൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? സോ മെറ്റൽ പോർഷൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? ബലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ പോർഷൻസ് എന്താണ്? ഈ പോർഷൻ ബലാസ്റ്റിലായിരിക്കും എന്ത്? സ്ലീപ്പേഴ്സ് റെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇൻ ടേൺ സ്ലീപ്പേഴ്സ് ആർ എംബഡഡ് ഇൻ എ ലെയർ ഓഫ് ബലാസ്റ്റ്. ബലാസ്റ്റിലോട്ട് എംബഡഡ് ചെയ്ത രീതിയിലായിരിക്കും എന്ത് കാണുന്നത്? സ്ലീപ്പേഴ്സ് കാണുന്നത്. ഓക്കെ, സോ
In turn, sleepers are embedded in a layer of ballast of specified thickness spread over formation. So, ഈ ബലാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്പെസിഫൈഡ് തിക്നെസ്സിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. Then, in this combined units of rail fitted on sleepers and resting on ballast and subgrade is termed as railway track. So, ഈ റെയിൽസ് സ്ലീപ്പേഴ്സിൽ റെസ്റ്റ് ചെയ്യുന്നു, സ്ലീപ്പേഴ്സ് ബലാസ്റ്റിലോട്ട് എംബഡഡ് ചെയ്തിരിക്കുന്നു, അത് സബ്ഗ്രേഡ്സിന്റെ മേളിൽ റെസ്റ്റ് ചെയ്യുന്നു. സോ ഈ ഒരു കംപ്ലീറ്റ് പോർഷനെയാണ് എന്തെന്ന് പറയുന്നത് റെയിൽവേ ട്രാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനിഷ്യലി എ ടെമ്പററി റെയിൽ ട്രാക്ക് ഈസ് laid very close to proposed track to carry men and material for construction. Then to distinguish from initial rail track which is temporary in nature, rail track is termed as permanent way. Okay, so the first എന്താണ് ഈ റെയിൽ ട്രാക്ക് നമ്മൾ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഈ റെയിൽ ട്രാക്കിന്റെ അടുത്ത് തന്നെ വേറൊരു ട്രാക്കിംഗ് കൂടെ കൺസ്ട്രക്ട് ചെയ്യും. ഇത് എന്തിനാണ്? ടെമ്പററി പർപ്പസിന് വേണ്ടിയിട്ട് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ കൺസ്ട്രക്ഷൻ, ഈ റെയിൽ ട്രാക്കിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള മെൻ ആൻഡ് മെറ്റീരിയലിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ട്രാക്കിനെയാണ് ഈ പെർമനന്റ് ട്രാക്സ് റെയിൽവേ ട്രാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് കമ്പൈൻഡ് യൂണിറ്റ് ഓഫ് റെയിൽവേ ഫിറ്റഡ് ഓൺ എ sleepers and rested on ballast and subgrade is termed as railway track. And initially a temporary rail track is laid very close to the proposed track to carry men and material carry ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഈ പ്രപ്പോസ്ഡ് ട്രാക്കിന്റെ നിയർ ബൈ ഏരിയാസിൽ ഒരു ട്രാക്ക്, ടെമ്പററി റെയിൽ ട്രാക്ക് ക്രിയേറ്റ് ചെയ്യും. ദെൻ ടു ഡിസ്റ്റിംഗ്വിഷ് ഫ്രം ദ ഇനിഷ്യൽ റെയിൽ ട്രാക്ക് വിച്ച് ഈസ് ടെമ്പററി ഇൻ നേച്ചർ, റെയിൽവേ ട്രാക്ക് ഇസ് ടേംഡ് ആസ് പെർമനന്റ് വേ. ഓക്കെ, സോ ഈ ആദ്യം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന, അതായത് മെറ്റീരിയൽസിനൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ലേബേഴ്സിനെ അല്ലെങ്കിൽ മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ആ ടെമ്പററി ട്രാക്കിനെ ഒറിജിനൽ ആയിട്ടുള്ള ട്രാക്കിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒറിജിനൽ ട്രാക്സിന് എന്താണ് പെർമനന്റ് വേ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, then a railway track has the following components as shown in the figure. That is എന്തൊക്കെയാണ് main components? That is rails, sleepers, ballast and formation. So rails, sleepers, then ballast and formation. So നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് റെയിൽസ് റെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതിലാണ്? റെയിൽസ് പാരലൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു, ഒരു ഗേജ് ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു, സ്പെസിഫൈഡ് ഡിസ്റ്റൻസ് ഗേജിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ദെൻ ഈ റെയിൽസ് റെസ്റ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? റെയിൽസിന്റെ ഫൂട്ട് റെസ്റ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ബലാസ്റ്റിലായിരിക്കും. ഈ ബലാസ്റ്റ് എംബഡഡ് ചെയ്തിരിക്കുന്നത് സ്ലീപ്പേഴ്സിലായിരിക്കും റെയിൽസ് റെസ്റ്റ് ചെയ്യുന്നത്. സ്ലീപ്പേഴ്സ് എംബഡഡ് ചെയ്തിരിക്കുന്ന ബലാസ്റ്റിലായിരിക്കും. ബലാസ്റ്റ് ഈ ഫോർമേഷനിലായിരിക്കും സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അതാണ് ഈ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ദ ടോപ്പ് പോർഷൻ, ബലാസ്റ്റിന്റെ ആ ടോപ്പ് പോർഷനെ ആണ് എന്തെന്ന് പറഞ്ഞത്? സോ ഒരു എംബാക്ക്മെന്റ്സിന്റെ ഒക്കെ രീതിയിലാണെങ്കിൽ സോ ടോപ്പ് പോർഷനെയാണ് ബലാസ്റ്റ് ഷോൾഡർ എന്ന് പറയുന്നത്. സോ ഇത്രയും ഒരു പോർഷനെയാണ് എന്തെന്ന് പറയുന്നത്? ബലാസ്റ്റ് ഷോൾഡർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് റെയിൽസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാണിക്കുന്നത്, റെയിൽസിന്റെ ഡിസ്റ്റൻസ് ഗേജസ്. ദെൻ അതിന്റെ അടിയിൽ സ്ലീപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കാണാൻ പറ്റും. സോ സ്ലീപ്പർ ഈ ബലാസ്റ്റിലോട്ട് എംബഡഡ് ചെയ്ത രീതിയിലാണ് സ്ലീപ്പേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ അതിന്റെ അടിയിൽ ബലാസ്റ്റ് കുഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ സ്ലീപ്പേഴ്സിന് ശേഷം, ഇതിന് ശേഷം എന്താണ്? റെയിൽസിന് ശേഷം ഈ ബലാസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഫുൾ ലെങ്തിനെയാണ് ബലാസ്റ്റ് ഷോൾഡർ എന്ന് പറയുന്നത്. സോ ഈ ഫോർമേഷൻ വിത്തിന്റെ ലാസ്റ്റ് പോർഷനിൽ നിന്ന് എന്താണ്? സോ ഈ ഒരു പോർഷനെയാണ്, ദറ്റ് ഈസ് ഇത്രയും പോർഷനെയാണ് ബലാസ്റ്റ് സിസ് എന്ന് പറയുന്നത്. ഓക്കെ, ബലാസ്റ്റ് സിസ് എന്ന് പറയുന്നത് എന്താണ്? സോ റെയിൽസിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്ന ബലാസ്റ്റ് പോർഷനെയാണ് ബലാസ്റ്റ് സെസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ്? ബോട്ടം പോർഷൻ, ബലാസ്റ്റിന്റെ ബോട്ടം പോർഷനെയാണ് ബലാസ്റ്റ് ബേസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്ന ഫോർമേഷൻ വിത്തിന്റെ ടോപ്പ് പോർഷനെയാണ് എന്തെന്ന് പറയുന്നത്? ഫോർമേഷൻ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർമേഷന്റെ ടോപ്പ് പോർഷനെയാണ് ഫോർമേഷൻ വിഡ്ത്ത് എന്ന് പറയുന്നത്. സോ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിന്റെ അകത്ത് പറയാനുള്ളത്. സോ ഫസ്റ്റ് വൺ പറയുന്നതാണ് റെയിൽസ്. ഓക്കെ, സോ റെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു റെയിൽസിന് ഒരു ഹെഡ് പോർഷൻ ഉണ്ട്, വെബ് പോർഷൻ ഉണ്ട്, ദെൻ ഒരു ഫുഡ് പോർഷൻ ഉണ്ട്. സോ വെബ് പോർഷൻ എന്ന് പറഞ്ഞാൽ, ഹെഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സഫീഷ്യന്റ് ഡെപ്തിൽ വേണം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. സോ അതിലോട്ട് വരുന്ന ലോഡിനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സഫീഷ്യന്റ് ഡെപ്തിൽ വേണം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ വെബ് പോർഷൻ ആണെങ്കിലോ സഫീഷ്യന്റ് തിക്നെസ് ഉണ്ടായിരിക്കണം.
സോ വെബ് പോർഷന് സഫീഷ്യന്റ് തിക്നെസ് ഉണ്ടായിരിക്കണം. സോ വരുന്ന ലോഡിനെയൊക്കെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള സഫീഷ്യന്റ് തിക്നെസ് ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് ഫുഡ് പോർഷൻ. സോ ഫുഡ് പോർഷനൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? സോ ഒരു ടേണിങ് കേഴ്സിലൊക്കെ എന്താണ് സഫീഷ്യന്റ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് പോർഷൻസ് ഒരു സഫീഷ്യന്റ് വിഡ്ത്തിലൊക്കെ കൊടുക്കുന്നത്. സോ ഇതിൽ പറയുന്നത് റെയിൽസ് ആർ അൺസിമെട്രിക്കൽ ഐ സെക്ഷൻ. സോ റെയിൽസിലോട്ടാണ് എന്ത് വരുന്നത്? ഈ ട്രെയിനിന്റെ ലോഡ് ഫുൾ വരുന്നത്. ഓക്കെ, സോ ആ ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങോട്ടാണ്? സ്ലീപ്പേഴ്സിലോട്ട്, ദെൻ ബലാസിലോട്ട്, ദെൻ ഫോർമേഷനിലോട്ട്. ഓക്കെ, ദെൻ റെയിൽസ് ആർ അൺസിമെട്രിക്കൽ ഐ സെക്ഷൻസ്. അൺസിമെട്രിക്കൽ ഐ സെക്ഷൻസിനെയാണ് റെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മേഡപ്പ് ഓഫ് സ്റ്റീൽ. സോ റെയിൽസ് എന്ന് പറഞ്ഞാൽ ഐ സെക്ഷൻസ് ആണ്. ദെൻ അത് മേഡപ്പ് ഓഫ് സ്റ്റീൽ ആണ്. Then they are laid along two parallel lines over the sleepers. Okay, so sleepersന്റെ മേളിലാണ് എന്ത് റെസ്റ്റ് ചെയ്യുന്നത്? റെയിൽസ് റെസ്റ്റ് ചെയ്യുന്നത്. സോ സ്ലീപ്പേഴ്സിന്റെ മേളിൽ പാരലൽ ആയിട്ടായിരിക്കും ടു റെയിൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. They are laid along two parallel lines over the sleepers. Then rails are joined longitudinally by fish plates or by welding. Okay, so റെയിൽസിനെ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഒന്ന് ഫിഷ് പ്ലേറ്റ്സ് വഴി ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ്? ദാറ്റ് ഈസ് വെൽഡിങ് വഴി ജോയിൻ ചെയ്യാം. ഓക്കെ, ദെൻ ദീസ് ആർ പ്ലേസ്ഡ് എൻഡ് ടു എൻഡ് പ്രൊവൈഡ് എ കണ്ടിന്യൂസ് ആൻഡ് ലെവൽ സർഫസ് ഫോർ ട്രെയിൻ ടു മൂവ്. ഓക്കെ, സോ ദീസ് ആർ പ്ലേസ്ഡ് എൻഡ് ടു എൻഡ് പ്രൊവൈഡ് എ കണ്ടിന്യൂസ് ആൻഡ് ലെവൽ സർഫസ് ഫോർ ദ ട്രെയിൻ ടു മൂവ്. ഓക്കെ, സോ എൻഡ് ടു എൻഡ് കണക്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം ഒരു സ്മൂത്ത് റണ്ണിങ് നടക്കുന്നതിന് വേണ്ടിയിട്ട്, ട്രെയിനിന് ഒരു സ്മൂത്ത് ആൻഡ് കണ്ടിന്യൂസ് മൂവ്മെന്റ് നടക്കുന്നതിന് വേണ്ടിയിട്ട് എൻഡ് ടു എൻഡ് കണക്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ഇതിന്റെ ഫിഗർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോപ്പ് പോർഷനെയാണ് ഹെഡ് എന്ന് പറയുന്നത്. ദെൻ സെന്റർ പോർഷനെയാണ് വെബ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ബോട്ടം പോർഷനെയാണ് ഫൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫങ്ഷൻസ് ഓഫ് റെയിൽ. ഓക്കെ, റെയിൽസിന്റെ ഫങ്ഷൻസ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ആക്ട് ആസ് എ ഗർഡർ ആൻഡ് ട്രാൻസ്മിറ്റ് ലോഡ് ടു എ ലാർജ് ഏരിയ ഫോർമേഷൻ ത്രൂ സ്ലീപ്പേഴ്സ് ആൻഡ് ബലാസ്റ്റ്. സോ ആക്ട് ആസ് എ ഗർഡർ ആൻഡ് ട്രാൻസ്മിറ്റ് ലോഡ് ടു എ ലാർജ് ഏരിയ ഫോർമേഷൻ ത്രൂ സ്ലീപ്പേഴ്സ് ആൻഡ് ബലാസ്റ്റ്. സോ ഒരു ഗർഡർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ റെയിൽസ് എന്ന് പറയുന്നത് ഒരു ഗർഡർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദെൻ ഇത് എവിടെ നിന്നാ? ട്രെയിനിൽ നിന്നുള്ള ആ ലോഡിനെ സ്ലീപ്പേഴ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഒരു ലാർജ് ഏരിയയിലോട്ട്. സോ സ്ലീപ്പേഴ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ലാസ്റ്റ് എവിടെയാണ് റീച്ച് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഫോർമേഷൻ ഒരു ലാർജ് ഏരിയയിലോട്ട് റീച്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സോ ദ ആക്ട് ആസ് എ ഗർഡർ. സോ ദ റെയിൽസ് ആക്ട് ചെയ്യുന്നത് ഗർഡർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ദെൻ ട്രാൻസ്മിറ്റ് ലോഡ് ടു എ ലാർജ് ഏരിയ ഓഫ് ഫോർമേഷനിലോട്ട് ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ത്രൂ സ്ലീപ്പേഴ്സ് ആൻഡ് ബലാസ്റ്റ്. ഓക്കെ, സ്ലീപ്പേഴ്സിൽ കൂടെ ബലാസ്റ്റിൽ കൂടെ ലാർജ് ഏരിയയിലോട്ട്, ഫോർമേഷനിന്റെ ലാർജ് ഏരിയയിലോട്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ പ്രൊവൈഡ് കണ്ടിന്യൂസ് സ്മൂത്ത് ആൻഡ് ലെവൽ സർഫസ് ഫോർ ദ മൂവ്മെന്റ് ഓഫ് ട്രെയിൻസ്, ഓൾസോ ലാറ്ററലി ഗൈഡ് വീൽസ് ഓഫ് ദ ട്രെയിൻസ്. സോ പ്രൊവൈഡ് കണ്ടിന്യൂസ് സ്മൂത്ത് ആൻഡ് ലെവൽ സർഫസ് ഫോർ ദ മൂവ്മെന്റ് ഓഫ് ട്രെയിൻസ്. ട്രെയിൻസിന്റെ മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്മൂത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ ലെവൽ സർഫസ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ കണ്ടിന്യൂസ് അല്ലെങ്കിൽ സ്മൂത്ത് അല്ലെങ്കിൽ ലെവൽ സർഫസ് ഓഫ് ട്രെയിൻ മൂവ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ റെയിൽസ് എന്ന് പറയുന്നത്. ഓൾസോ ലാറ്ററലി ഗൈഡഡ് വീൽസ് ഓഫ് ദ ട്രെയിൻസ്. ഓക്കെ, സോ ട്രെയിൻസിന്റെ വീലിനെ ഗൈഡ് ചെയ്യുന്നതും ആരായിരിക്കും? റെയിൽസ് ആയിരിക്കും. ഓക്കെ, then it should be an economic section consistent with the strength, stiffness and durability. Okay, it should be an economic section consistent with the strength, stiffness and durability. Okay, so high strength ulla, then high strength, it should be economic section consistent with the strength, stiffness and durability. Okay, so ഒത്തിരി ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടായിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ദെൻ ഹൈ സ്ട്രെങ്ത് ഉള്ള ഹൈ ഡ്യൂറബിലിറ്റി ഉള്ള മെറ്റീരിയൽസ് വെച്ചിട്ടായിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കാരണം ഒരുപാട് വിയർ ആൻഡ് ടിയർ ഒന്നും സംഭവിക്കാത്ത രീതിയിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ദ ഹെഡ് ഓഫ് ദ റെയിൽ ഷുഡ് ഹാവ് അഡ്വക്കേറ്റ് ഡെപ്ത് ടു അലോ ഫോർ വെർട്ടിക്കൽ വിയർ. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് റെയിലിന്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, റെയിലിന്റെ ഹെഡ് പോർഷൻ എന്ന് പറയുന്നത്, ഹെഡ് പോർഷന് എന്താണ്? സഫീഷ്യന്റ് ഡെപ്ത് വേണം. ഓക്കെ,
സോ ഇതാണ് ഹെഡ് പോർഷൻ. ഈ ഹെഡ് പോർഷന് സഫീഷ്യന്റ് ഡെപ്ത് വേണം. സോ സഫീഷ്യന്റ് ഡെപ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? വിയറിംഗിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി, വെർട്ടിക്കൽ വിയറിംഗിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് സഫീഷ്യന്റ് ഡെപ്ത് പ്രൊവൈഡ് ചെയ്യണം ഹെഡ് പോർഷൻ. ഓക്കെ, ദെൻ വെബ് ഷുഡ് ബി സഫീഷ്യന്റ്ലി തിക്ക് ടു വിസ്റ്റാൻഡ് സ്ട്രെസ്സസ്. സോ സ്ട്രെസ്സസിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വെബ് പോർഷനെ സഫീഷ്യന്റ്ലി, അതായത് സ്ട്രെസ്സസിൽ നിന്ന് വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഫീഷ്യന്റ് വിഡ്ത്ത് കൊടുക്കണം. ഓക്കെ, വെബ് ഷുഡ് ബി സഫീഷ്യന്റ്ലി തിക്നെസ് പ്രൊവൈഡ് ചെയ്യണം ടു വിസ്റ്റാൻഡ് സ്ട്രെസ്സസ്. ഓക്കെ, ദെൻ ഫൂട്ട് ഷുഡ് ഹാവ് എ സഫീഷ്യന്റ് തിക്നെസ് ടു വിസ്റ്റാൻഡ് വെർട്ടിക്കൽ ആൻഡ് horizontal forces after allowing for loss due to corrosion and stable against overturning. So എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫുഡ് സെക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫുഡ് ഷുഡ് ഹാവ് സഫീഷ്യന്റ് തിക്നെസ്. ഫുഡ് പോർഷൻ ആണെങ്കിൽ സഫീഷ്യന്റ് തിക്നെസ് ഉണ്ടായിരിക്കണം. ദെൻ ടു വിസ്റ്റാൻഡ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഫോഴ്സസ്. വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഫോഴ്സസിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പാകത്തിന് എന്തായിരിക്കണം? സഫീഷ്യന്റ് തിക്നെസ് ഉണ്ടായിരിക്കണം ഫുഡ് പോർഷൻ. ഓക്കെ, after allowing for the loss due to corrosion and stable against overturning. Okay, so food should have a sufficient thickness to withstand vertical and horizontal force after allowing for loss due to corrosion and stable against overturning. Overturning എന്നൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഫീഷ്യന്റ് തിക്നെസ് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഇത്രയാണ് മെയിൻ ആയിട്ട് അതിന്റെ ഓരോ പോർഷന്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, റെയിൽസിന്റെ ഓരോ പോർഷൻ. സോ ഹെഡ് പോർഷൻ ഉണ്ട്, വെബ് പോർഷൻ ഉണ്ട്, ഫൂട്ട് ഉണ്ട്. സോ ഹെഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഹെഡ് പോർഷൻ സഫീഷ്യന്റ് ഡെപ്ത് ഉണ്ടായിരിക്കണം. സോ അത് എന്തിനു വേണ്ടിയിട്ടാണ്? വിയറിൽ നിന്ന്, വെർട്ടിക്കൽ വിയറിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ വെബ് പോർഷന് സഫീഷ്യന്റ് തിക്നെസ് ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? സ്ട്രെസ്സസിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഫീഷ്യന്റ് തിക്നെസ് ഉണ്ടായിരിക്കണം. ദെൻ ഫുഡ് പോർഷന് സഫീഷ്യന്റ് തിക്നെസ് ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഫോഴ്സസിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി, ഓവർടേണിംഗിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ റിക്വയർമെന്റ് ഓഫ് റെയിൽസ്. സോ റെയിൽസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? റിക്വയർമെന്റ് ഓഫ് റെയിൽസ്, ദറ്റ് ഈസ് റെയിൽസ് ആക്ട് ആസ് എ കണ്ടിന്യൂസ് ഗർഡർ ക്യാരിങ് ആക്സിയൽ ലോഡ്സ്. സോ റെയിൽസ് ആക്ട് ആസ് എ കണ്ടിന്യൂസ് ഗർഡർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. സോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു റെയിൽസ് എന്താണ്? കണ്ടിന്യൂസ് ഗർഡർ ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. സോ അതാണ് പറയുന്നത് റെയിൽസ് ആക്ട് ആസ് എ കണ്ടിന്യൂസ് ഗർഡർ ക്യാരി ആക്സിയൽ ലോഡ്. ഓക്കെ, സോ ആക്സിയൽ ലോഡ് ക്യാരി ചെയ്യുന്നു, കണ്ടിന്യൂസ് ഗർഡേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, then they should be of proper composition of steel and should be manufactured by open hearth or duplex process. Okay, so they should be of proper composition of steel. So സ്റ്റീൽ വെച്ചിട്ടാണ് ഈ റെയിൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണ്? സ്റ്റീൽ വെച്ചിട്ടാണ് റെയിൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. and should be manufactured by open hearth or duplex process. ഓപ്പൺ ഹെർത്ത് ഓർ ഡിപ്ലസ് പ്രോസസ് വഴിയാണ് ഈ റെയിൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ സ്റ്റീൽ സെക്ഷൻസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, റെയിൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദെൻ ഓപ്പൺ ഹെർത്ത് ഓർ ഡിപ്ലസ് പ്രോസസ് വഴിയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ദെൻ vertical stiffness should be high enough to transmit the load to several sleepers underneath. The height of a rail should therefore be adequate. So the vertical stiffness should be high enough to transmit the load to several sleepers underneath. So the vertical stiffness should be high enough. Vertical stiffness കൂടുതലായിരിക്കും. Okay, so vertical stiffness should be high enough to transmit the load to several sleepers underneath. Okay, so sleepersലോട്ട് ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള vertical stiffness ഉണ്ടായിരിക്കണം. Okay, so vertical stiffness should be high enough to transmit the load to several sleepers underneath. The height of the rail should therefore be adequate. Okay, then next rails should be capable of withstanding lateral forces. Large width of head and foot endorse the rails with a high lateral stiffness. So എന്താണ് പറഞ്ഞിരിക്കുന്നത്? that is rails should be capable of withstanding lateral forces. So lateral forces നമ്മൾ പറഞ്ഞു എന്താണ്? lateral forcesനെ withstand ചെയ്യാൻ capable ആയിരിക്കണം റെയിൽസ് എന്ന് പറയുന്നത്. Then large width of head and foot endorse the rails with the high lateral stiffness. So lateral forcesനെ withstand ചെയ്യാൻ പാകത്തിനായിരിക്കണം. rails should be capable of withstanding lateral forces. large width of head, ഹെഡ് വിഡ്ത്ത് ഒക്കെ ലാർജ് വിഡ്ത്ത് കൊടുക്കണം. സോ എന്നാലാണ് എല്ലാ സ്ട്രെസ്സസിനെയൊക്കെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഫുഡ് എൻഡോസ് ദ റേസ് വിത്ത് ഹൈ ലാറ്ററൽ സ്റ്റിഫ്നെസ്. ഓക്കെ, ദ ഹെഡ് മസ്റ്റ് ബി സഫിഷ്യൻ്റ്ലി ഡീപ് ടു അലോസ് ഫോർ എ അഡ്വക്കേറ്റ് മാർജിൻ ഓഫ്
വെർട്ടിക്കൽ വിയർ. ഓക്കെ, സോ വിയറിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വെർട്ടിക്കൽ വിയറിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, ഹെഡ് പോർഷന് സഫീഷ്യന്റ് ഡെപ്ത് പ്രൊവൈഡ് ചെയ്യണം. ദെൻ ദ വെയറിംഗ് സർഫസ് ഷുഡ് ബി ഹാർഡ്. ഓക്കെ, ദെൻ ഇത്രയാണ് റിക്വയർമെന്റ്സ് ഓഫ് എ റെയിൽ പറയുന്നത്. സോ ഇനി എന്താണ്, വെബ് ഓഫ് ദ റെയിൽ ഷുഡ് ബി സഫീഷ്യന്റ്ലി തിക്ക് ടു ബിയർ ദ load coming on it and should provide adequate flexural rigidity in horizontal planes. So web of the rail, should be sufficiently thick to bear the load coming on it. So നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, ദാറ്റ് ഈസ് വെബ് എന്തിനു വേണ്ടിയിട്ടാണ്, അതിലോട്ട് വരുന്ന ലോഡിന് ക്യാരി ചെയ്യാൻ പാകത്തിന് സഫീഷ്യന്റ്ലി തിക്ക് ആയിരിക്കണം. ദെൻ and should provide adequate flexural rigidity in horizontal plane. Horizontal plane sufficient flexural rigidity provide ചെയ്യുന്ന രീതിയിലായിരിക്കും. Okay, then foot should be wide enough so that rails are stable against overturning, especially on curves. Curvesലൊക്കെ overturning നിന്ന് പ്രിവെന്റ് ചെയ്യാൻ പാകത്തിന് ഫൂട്ട്സ് ഒക്കെ സഫീഷ്യന്റ്ലി എന്താണ്, വൈഡ് ആയിരിക്കണം. സോ ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. സോ ബേസിക് റിക്വയർമെന്റ്, റെയിൽസിന്റെ റിക്വയർമെന്റ്സ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. Then bottom of the head and the top of the foot of the rail should be so shaped as to enable the fish plate to transmit the vertical load efficiently from the head to the foot at the rail joints. Okay, so the bottom of the head and the top of the foot, bottom of the head and the top of the foot of the rail should be so shaped as to enable the fish plate to transmit the vertical load efficiently from the head to the foot at rail joints. Okay, so head portion അതായത് റെയിൽസിന്റെ ഹെഡ് പോർഷന്റെ ബോട്ടം പോർഷനും ദെൻ റെയിൽ ഫൂട്ടിന്റെ ടോപ്പ് പോർഷനും സഫീഷ്യന്റ്ലി നമ്മൾ ഒരു പർട്ടിക്കുലർ ഷേപ്സ് പ്രൊവൈഡ് ചെയ്യണം. കാരണം എന്തിനു വേണ്ടിയിട്ടാണ്, സോ ഹെഡ് പോർഷനിൽ നിന്ന് എന്താണ് ഫുഡ് പോർഷനിലോട്ട് സഫീഷ്യന്റ്ലി ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്ത് അത് ഫിഷ് പ്ലേസിൽ വഴി ആ ഒരു ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പാകത്തിന് രീതിയിൽ വേണം ആ ഒരു പോർഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ദ ബോട്ടം ഓഫ് ദ ഹെഡ് ആൻഡ് ദ ടോപ്പ് ഓഫ് ദ foot of the rail should be so shaped as to enabling the fish plate to transmit the vertical load efficiently from the head to the foot at the rail joints. Okay, then relative distribution of material of rail in head, web and foot must be balanced for smooth transmission of the loads. So the relative distribution of material of the rail in the head, web and the foot must be balanced ആയിരിക്കണം. So for the smooth transmission of the loads ന് വേണ്ടിയിട്ട്. Okay, next, the center of gravity of the rail section must lies approximately at a mid height. Okay, so ഇവിടെ പറയുന്നത് എന്താണ്, സോ ഈ റെയിൽ സെക്ഷന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞ ഒരു മിഡ് ഹൈറ്റിലായിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, വരേണ്ടത്. ഓക്കെ, സോ മിഡ് ഹൈറ്റിലായിരിക്കണം സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സോ ദാറ്റ് മാക്സിമം ടെൻസൈൽ ആൻഡ് കംപ്രസീവ് സ്ട്രെസ് ആർ ഈക്വൽ. സോ ഈ റെയിൽ സെക്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താണ്, സോ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു മിഡ് പോർഷനിൽ വരാത്തക്ക രീതിയിലാണ് നമ്മൾ അതിന്റെ ഡയമെൻഷൻസ് ഒക്കെ കൊടുക്കേണ്ടത്. സോ കാരണം എന്താണ്, മാക്സിമം ടെൻസൈൽ ആൻഡ് കംപ്രസീവ് സ്ട്രെസ്സസ് ഈക്വൽ ആവാൻ പാകത്തിന്. ഓക്കെ, സോ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ റെയിൽ സെക്ഷൻ മസ്റ്റ് ബി ലൈസ് അപ്രോക്സിമേറ്റ്ലി മിഡ് ഹൈറ്റ് so that maximum tensile and compressive stresses are equal. Maximum tensile and compressive stresses equal ആവുന്ന രീതിയിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഒരു മാക്സിമം മിഡ് ഹൈറ്റിൽ വരുന്ന രീതിയിലായിരിക്കണം റെയിൽ സെക്ഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഫില്ലറ്റ് റേഡിയൈ മസ്റ്റ് ബി ലാർജർ ടു റെഡ്യൂസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സ്ട്രെസ്സസ്. ഓക്കെ, സോ ഫില്ലറ്റ് റേഡിയസ് എന്ന് പറഞ്ഞാൽ മസ്റ്റ് ബി ലാർജർ ടു റെഡ്യൂസ് ദ കോൺസെൻട്രേഷൻ ഓഫ് സ്ട്രെസ്. സ്ട്രെസ് കോൺസെൻട്രേഷൻ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, ഫില്ലറ്റ് റേഡിയസ് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. ദെൻ ദ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദ റെയിൽ പീസ് should not be less than 72 kg per meter square. So the tensile stress of the rail piece, ന്റെ tensile stress എന്ന് പറഞ്ഞാൽ റെയിൽസിന്റെ tensile stress എന്ന് പറഞ്ഞാൽ എത്രയാണ്, should not be less than 72 kg per meter square കുറയാൻ പാടില്ല. ഓക്കെ, സോ ദ 72 kg per meter square കുറയാത്ത രീതിയിൽ വേണം ഇന്ന് tensile stress of rail piece എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, the rail specimen should withstand the blows of falling weight test or test as specified by the Indian Railway Standard without fracture. സോ നമ്മൾ റെയിൽസ് ഇത്രയും പർട്ടിക്കുലർ ഡയമെൻഷനിലുള്ള റെയിൽസ് പ്രൊവൈഡ് ചെയ്താൽ മാത്രം പോരാ, എന്താണ് അതിന് മുമ്പ് എന്താണ് ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റിംഗ് നടത്തിയതിന് ശേഷം ഫ്രാക്ചേഴ്സ് ഒന്നും വരുന്നില്ല എന്ന്
സാറ്റിസ്ഫൈ ആയതിനു ശേഷമാണ് ആ റെയിൽ സെക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് റെയിൽ സ്പെസിമെൻ ഷുഡ് വിസ്റ്റാൻഡ് ദ ബ്ലോ ഓഫ് falling weight test or tub test are specified by the Indian Railway Standards without fracture. Okay, so Indian Railway Standards പ്രകാരം പറയുന്ന എന്താണ് ഫാളിംഗ് വെയിറ്റ് ടെസ്റ്റ് ഒരു ടബ് ടെസ്റ്റ് എന്താണ് പാസ് ആയതിനു ശേഷം സ്റ്റാൻഡ് ചെയ്തതിനു ശേഷമാണ് നമുക്ക് റെയിൽസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ആണ് സ്ലീപ്പേഴ്സ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഏതായിരുന്നു? റെയിൽസിനെ കുറിച്ചാണെന്ന് പറഞ്ഞത്. സോ റെയിൽസിലോട്ടാണ് ഡയറക്റ്റ് വീൽ ലോഡ് വരുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് സ്ലീപ്പേഴ്സ്. സ്ലീപ്പേഴ്സ് നമ്മൾ എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? റെയിൽസിന്റെ ബോട്ടം പോർഷനിലാണ് സ്ലീപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ റെയിൽസിൽ നിന്നുള്ള ലോഡായിരിക്കും എന്തിലോട്ട് വരുന്നത്? സ്ലീപ്പേഴ്സിലോട്ട് വരുന്നത്. റെയിൽസിലോട്ട് വരുന്ന എന്താണ്? വീൽ ലോഡ് ആയിരിക്കും വരുന്നത്. ട്രെയിനിന്റെ വീൽ ലോഡ് വരുന്നു. ദെൻ ഈ സ്ലീപ്പേഴ്സിന്, അതായത് റെയിൽസിൽ വരുന്ന ലോഡായിരിക്കും എന്തിലോട്ട് വരുന്നത്? സ്ലീപ്പേഴ്സിലോട്ട് വരുന്നത്. ഓക്കെ, ഈ സ്ലീപ്പേഴ്സ് റെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? ബലാസ്റ്റിന്റെ മേലാണ്. ബലാസ്റ്റിൽ എംബഡഡ് ചെയ്ത രീതിയിലാണ് സ്ലീപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ സ്ലീപ്പേഴ്സിന്റെ ഫിഗർ കാണാൻ പറ്റും. സോ നമുക്ക് ഈ ഒരു ഫിഗറിൽ കാണാൻ പറ്റും ഈ രണ്ട് പോർഷൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് റെയിൽ സെക്ഷൻസ്. ഓക്കെ, റെയിൽ സെക്ഷൻസ് ആണ് ഈ രണ്ട് പാരലൽ ലെൻസിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് റെയിൽസ്. ഓക്കെ ഓക്കെ സോ നെക്സ്റ്റ് ഈ ഇന്റീരിയർ പോർഷനിൽ കൊടുത്തിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സ്ലീപ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ലീപ്പേഴ്സ്. ഓക്കെ, സോ ഈ പാരലൽ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് റെയിൽസ്. ദെൻ ഈ കൊടുത്തിരിക്കുന്ന സെന്ററിൽ കൊടുത്തിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സ്ലീപ്പേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത് ഈ ഒരു മെറ്റൽസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബലാസ്റ്റ് എന്ന് പറയുന്നത്. ബലാസ്റ്റ്. ഓക്കെ, സോ ബലാസ്റ്റിലായിരിക്കും എന്ത്? സ്ലീപ്പേഴ്സ് എംബഡഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ Sleepers are members generally laid transverse to the rails on which the axles are supported and fixed to transfer the load from rails to the ballast and the subgrade below. So ഇവിടെ പറയുന്നത് sleepers are the members generally laid transverse to the rails. Okay, railsന് transverse ആയിട്ട് കൊടുക്കുന്നതായിരിക്കും sleepers എന്ന് പറയുന്നത്. Sleepers are members generally laid transverse to the rails on which the rails are supported and fixed. Okay, rails സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏതിലായിരിക്കും? ഈ സ്ലീപ്പേഴ്സിലായിരിക്കും സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ കണക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫിഷ് പ്ലേറ്റ് വഴി അല്ലെങ്കിൽ എന്താണ് വെൽഡിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത്. സോ പക്ഷെ അത് റെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇതിലായിരിക്കും സ്ലീപ്പേഴ്സിലായിരിക്കും റെയിൽസ് റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, and to transfer the load from the rails to the ballast and the subgrade below. Okay, റെയിൽസിൽ നിന്ന് സ്ലീപ്പേഴ്സിലോട്ട് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നു. സ്ലീപ്പേഴ്സിൽ നിന്ന് എങ്ങോട്ടാണ്? ബലാസ്റ്റിലോട്ട് പോകുന്നു. ദെൻ അത് സബ്ഗ്രേഡിലോട്ട് പോകുന്നു. ദെൻ ഫങ്ഷൻസ് ഓഫ് സ്ലീപ്പേഴ്സ്. സ്ലീപ്പേഴ്സിന്റെ ഫങ്ഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് ടു ഹോൾഡ് ദ റെയിൽസ് ടു കറക്റ്റ് ഗേജ്. ഓക്കെ, സോ ടു ഹോൾഡ് ദ റെയിൽസ് ടു കറക്റ്റ് ഗേജ്. സോ ഗേജസിന്, അതായത് റെയിൽസിനെ കറക്റ്റ് പൊസിഷനിൽ ഒരു ഗേജ് ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്ലീപ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റെയിൽസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഗേജ് ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. ഓക്കെ, സോ കറക്റ്റ് ഗേജസിൽ റെയിൽസിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് സ്ലീപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. റെയിൽസ് റെസ്റ്റ് ചെയ്യുന്ന എവിടെയാണ്? സ്ലീപ്പേഴ്സിലാണ്. ഓക്കെ.